ദശപുഷ്പം ചൂടുന്നത് തിരുവാതിര വ്രതത്തിലെ ഒരു പ്രധാന ചടങ്ങാണ്. തിരുവാതിര വ്രതം നോൽക്കുന്ന സ്ത്രീകൾ ദശപുഷ്പങ്ങൾ ചൂടിയാലേ പൂർണ്ണവ്രതം കിട്ടൂ എന്നാണ് വിശ്വാസം. ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണ്, അവയെ സൂചിപ്പിക്കുന്ന ദേവതകൾ ഏതൊക്കെ, അവയുടെ ഫലം എന്തൊക്കെ എന്ന് നോക്കാം. കറുക. കറുക സൂര്യദേവനെയാണ് സൂചിപ്പിക്കുന്നത്. കറുകപ്പൂ ചൂടുന്നതിലൂടെ വ്യാധികൾ മാറും എന്നാണ് വിശ്വാസം. വിഷ്ണുക്രാന്തി. വിഷ്ണുക്രാന്തി മഹാവിഷ്ണുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ചൂടുന്നതിലൂടെ വിഷ്ണുപദത്തിലെത്തും എന്നാണ് വിശ്വാസം. മുക്കൂറ്റി. മുക്കൂറ്റി പാർവതി ദേവിയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ചൂടുന്നതിലൂടെ ഭർതൃസൗഖ്യം ഉണ്ടാകും എന്നാണ് വിശ്വാസം. പൂവാംകുരുന്നില ബ്രഹ്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ചൂടുന്നതിലൂടെ ദാരിദ്ര്യ ദുഃഖം അകലും എന്നാണ് വിശ്വാസം. നിലപ്പന ശിവനെയാണ് സൂചിപ്പിക്കുന്നത്. നിലപ്പന ചൂടുന്നത് പാപങ്ങൾ കഴുകിക്കളയും എന്നാണ് വിശ്വാസം. കയ്യൂന്നി. ഇത് ലക്ഷ്മി ദേവിയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ചൂടുന്നത് സൗന്ദര്യത്തിന് ഉത്തമമാണ് എന്നാണ് വിശ്വാസം. ഉഴിഞ്ഞ. ഇത് സൂചിപ്പിക്കുന്നത് ഭൂമിദേവിയെയാണ്. ഇത് ചൂടുന്നതിലൂടെ ബുദ്ധിമതിയാകും എന്നാണ് വിശ്വാസം. മുയൽ ചെവിയൻ. മുയൽ ചെവിയൻ സൂചിപ്പിക്കുന്നത് കാമദേവനെയാണ്. ഇത് ചൂടുന്നതിലൂടെ അഭീഷ്ടസിദ്ധി ഉണ്ടാകും എന്നാണ് വിശ്വാസം. ചെറുള. ചെറുള സൂചിപ്പിക്കുന്നത് യമരാജനെയാണ്. ഇത് ചൂടിയാൽ ദീർഘായുസ്സുണ്ടാകും എന്നാണ് വിശ്വാസം. തിരുതാളി. തിരുതാളി സൂചിപ്പിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. ഇത് ചൂടുന്നതിലൂടെ നെടുമാംഗല്യം ലഭിക്കും എന്നാണ് വിശ്വാസം.